Okay, good morning. Start ചെയ്യാം. ഓണം വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ? നിങ്ങളുടെ പരിപാടി നല്ലതായിരുന്നു കേട്ടോ. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കോർക്കഡറും സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും ആണ്. അതിന്റെ വീഡിയോ ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. അത് നമുക്ക് ലാബിൽ ചെയ്യാനുള്ളതാണ്. അതിലെടുത്തിരിക്കുന്ന പല എക്സ്പെരിമെന്റ്സ് നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ അതൊന്ന് നോക്കാം, ആ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്കിപ്പോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. നമുക്ക് പെട്ടെന്ന് പോർഷൻസ് തീർക്കണം. നമ്മൾ ഒരുപാട് ബാക്കിലാണ്. എല്ലാ സബ്ജക്റ്റും സെക്കൻഡ് മൊഡ്യൂളൊക്കെ കഴിഞ്ഞോ? നമുക്ക് ഏതായാലും സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ എന്താ നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, അതിനകത്ത് സോയിൽ വാട്ടർ, അതായത് സോയിലിനകത്ത് ഏതൊക്കെ ടൈപ്പ് വാട്ടർ ഉണ്ട് എന്നാണ് നോക്കുന്നത്. പിന്നെ അവിടെ അനുഭവപ്പെടുന്നത് സോയിലിൽ ഉണ്ടാകുന്ന സ്ട്രെസ് കണ്ടീഷൻസ് ഏതൊക്കെയാണ്. പിന്നെ പുതിയൊരു ടോപ്പിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അവിടെ ഒരു ഡാർസീസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എങ്ങനെ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാം, അതൊരു ലബോറട്ടറി എക്സ്പെരിമെന്റ് ആണ്. നമ്മുടെ ലാബിൽ അതില്ല, അതിന്റെ എക്യുപ്മെന്റ്സ് നമ്മുടെ ലാബിൽ ഇല്ല, പക്ഷെ നമുക്കത് പഠിക്കാനുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് പ്രോബ്ലംസ്, പിന്നെ കോമ്പാക്ഷൻ അത് നമ്മൾ ചെയ്യാറുണ്ട്. കോമ്പാക്ഷൻ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് സോയിൽ വാട്ടർ എന്താണെന്ന് നോക്കാം. ദ വാട്ടർ ഹെൽഡ് ഇൻ വോയിഡ് സ്പേസ് ഓഫ് സോയിൽ മാസ്, അതിനെയാണ് നമ്മൾ സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ. നമുക്കറിയാം, ഒരു സോയിൽ മാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോയിൽ മാസിനകത്ത് സോയിൽ ഗ്രെയിൻസ്, സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. പിന്നെ ആ സോളിഡ് പാർട്ടിക്കിൾസ് ഇടയിൽ വോയിഡ്സ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആ എംപ്റ്റി സ്പേസ് അല്ലെങ്കിൽ ആ വോയിഡ്സിനകത്ത് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള വെള്ളത്തിനെയാണ് നമ്മൾ സോയിൽ വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സോയിൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീ വാട്ടർ ആൻഡ് ഹെൽഡ് വാട്ടർ. ഫ്രീ വാട്ടർ ആൻഡ് ഹെൽഡ് വാട്ടർ, പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആവും. ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ മൂവ് ഫ്രം വൺ പോയിന്റ് ടു അതർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന വെള്ളം, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന വെള്ളം. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. So it moves in pores of soil under the influence of gravity. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുന്ന വാട്ടറിനെയാണ് ഫ്രീ വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി flows from one point to other wherever there is a difference of total head. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യണം, ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ അവിടെ ഹെഡില് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതായത് വെള്ളത്തിന് മൂവ് ചെയ്യണമെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഗ്രാവിറ്റിയിലൂടെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലോവർ, ഒരു താഴ്ന്ന പ്രദേശത്തിൽ നിന്ന് ഉയർന്ന പ്രദേശത്തിലേക്ക് വെള്ളത്തിന് ഇതുപോലെ മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യണം എന്ന്, ഗ്രാവിറ്റി കൊണ്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹയർ പോയിന്റിൽ നിന്ന് ലോവർ പോയിന്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് ഫ്ലോസ് ഫ്രം വൺ പോയിന്റ് ടു അതർ വേറെവർ there is a difference of total head. ഹെഡില് ഒരു ഡിഫറൻസ്, അതായത് ഹൈറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഹയർ ലെവൽ ടു ലോവർ ലെവൽ. ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് ഫ്രീ വാട്ടർ മൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീ വാട്ടറിനെ പറയാം ജസ്റ്റ് ലൈക്ക് ലാമിനാർ ഫ്ലോസ് ഇൻ പൈപ്പ്. നമ്മൾ ടൈപ്സ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞ ഹൈഡ്രോളിക്സിൽ ഒരു മൊഡ്യൂളിന്റെ പകുതി തന്നെ അതായിരുന്നു അല്ലെ. ഒരുപാട് ടൈപ്സ് ഓഫ് ഫ്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ലാമിനാർ ഫ്ലോ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ലാമിനാർ ഫ്ലോ? ലെയർ ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് അല്ലെ. അതിന്റെ ഒരു ലെയർ വേറൊരു ലെയറിനെ ക്രോസ് ചെയ്യില്ല, പാരലൽ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ആ ടൈപ്പ് ഫ്ലോ ആണ് ഫ്രീ വാട്ടറിനുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഫ്രീ വാട്ടറിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നോക്കുക, എന്താണ് ഹെൽഡ് വാട്ടർ? ഹെൽഡ് വാട്ടർ അപ്പൊ അത് പിടിച്ചു നിൽക്കുന്ന വെള്ളമാണ്. ഗ്രാവിറ്റി കാരണം മൂവ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന വെള്ളമല്ല. അപ്പൊ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഹെൽഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെൽഡ് വാട്ടറിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം.
First one, structural water. Second one, adsorbed water അല്ലെങ്കിൽ hygroscopic water. Okay. Third one, capillary water. അപ്പൊ ഇങ്ങനെ സ്ട്രക്ചറൽ വാട്ടർ, അഡ്സോർബ്ഡ് വാട്ടർ, കാപ്പിലറി വാട്ടർ ആയിട്ട് എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു? ഹെൽഡ് വാട്ടറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഹെൽഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ വാട്ടർ ഉണ്ട്, അഡ്സോർബ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ, പിന്നെ കാപ്പിലറി വാട്ടർ. അതിൽ കാപ്പിലാരിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോളിക്സിൽ അല്ലെ? കാപ്പിലാരിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോ എന്താണ് സ്ട്രക്ചറൽ വാട്ടർ എന്ന് നോക്കാം. സ്ട്രക്ചറൽ വാട്ടർ ഈസ് ദി കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ഇൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ദി മിനറൽ ഓഫ് ദി സോയിൽ. അതായത് നമ്മൾ സോയിൽ എടുക്കുകയാണെങ്കിൽ ആ സോയിലിനകത്ത് കെമിക്കലി കമ്പൈൻഡ് ചെയ്തിരിക്കുന്ന വാട്ടറിനെയാണ് സ്ട്രക്ചറൽ വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ മിനറലിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാതെ ആ വാട്ടറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മുടെ സോയിലിന് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ സ്ട്രക്ചറിനകത്ത് കെമിക്കലി കമ്പൈൻ ചെയ്തിട്ടുള്ള വാട്ടർ ആണ് സ്ട്രക്ചറൽ വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രക്ചറിനെ തന്നെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സ്ട്രക്ചറിനെ തന്നെ ബ്രേക്ക് ചെയ്താലേ സ്ട്രക്ചറൽ വാട്ടറിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യണം. അതായത് 300 ഡിഗ്രി സെൽഷ്യസിന് കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലേ നമുക്ക് സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് ഈ സ്ട്രക്ചറൽ വാട്ടറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പൊ അത്തരം വാട്ടറിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അഡ്സോർബ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉണ്ട് അല്ലെ? ഈ അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹെൽഡ് ബൈ ഇലക്ട്രോകെമിക്കൽ ഫോഴ്സസ് എക്സിസ്റ്റിംഗ് ഓൺ ദി സോയിൽ സർഫസ്. ഈ സോയിൽ സർഫസിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ ഫോഴ്സസ് വഴി ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടറിനെയാണ് അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ വാട്ടർ എന്ന് പറയുന്നത് കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ആണ്. ഓക്കെ. ഈ അഡ്സോർബ്ഡ് വാട്ടറിന് നമ്മൾ ക്ലേ സോയിൽസിന്റെ കേസിലാണ് പറയാറുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടും ക്ലേ സോയിൽസിന്റെ കേസിലാണ് പറയാറുള്ളത്. അപ്പൊ ഈ സാൻഡ് പോലെയുള്ള കോഴ്സ് ഗ്രെയിൻ സോയിലിന്റെ കേസിൽ അഡ്സോർബ്ഡ് വാട്ടർ നെഗ്ലിജിബിൾ ആണ്, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ 0 ആയിട്ടാണ് എടുക്കാറുള്ളത്. ഓക്കെ. ഇനി അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ വാട്ടറിനേക്കാളും വിസ്കസ് ആണ്. വിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മൂവ് ചെയ്യാൻ വളരെ പാടാണ് അല്ലെ? മൂവ് ചെയ്യില്ല, റെസിസ്റ്റൻസ് ടു ഫ്ലോ, അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡ്സോർബ്ഡ് വാട്ടർ ഫ്രീ വാട്ടറിനെ അപേക്ഷിച്ച് മോർ വിസ്കസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിലാരിറ്റി കാരണം റൈസ് ചെയ്ത് വരുന്ന വാട്ടറിനെയാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. അപ്പോ ഗ്രൗണ്ട് വാട്ടർ ദാറ്റ് റൈസസ് ബൈ കാപ്പിലറി ആക്ഷൻ ത്രൂ ഇന്റർകണക്റ്റഡ് വാൾസ് ആൻഡ് ഹെൽഡ് ഇൻ വാൾസ് ബൈ സർഫസ് ടെൻഷൻ. അപ്പോൾ കാപ്പിലറിറ്റി കാരണം റൈസ് ചെയ്ത് വരുന്ന വെള്ളം, അതിനെയാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ്സ്, നിങ്ങൾ ഇറിഗേഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പ്ലാന്റ്സ് എല്ലാം വലിച്ചെടുക്കുന്ന വെള്ളം ഏതാ? പ്ലാന്റ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വാട്ടർ ഏതാ? കാപ്പിലറി വാട്ടർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ കാപ്പിലാരിറ്റി വാട്ടറിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വാട്ടർ, ഫ്രീ വാട്ടറിനെ പോലെ തന്നെയാണ്. അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് കാപ്പിലറി വാട്ടർ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സോയിൽ വാട്ടറിനെ പറ്റി പഠിക്കാനുള്ളത്. 2 ടൈപ്പ് വാട്ടർ ആണുള്ളത്, ഫ്രീ വാട്ടറും ഹെൽഡ് വാട്ടറും. ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി കാരണം മൂവ് ചെയ്യുന്ന വെള്ളമാണ്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഹെഡ് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഗ്രാവിറ്റി കാരണം മൂവ് ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ ഫ്രീ വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹെൽഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്, സ്ട്രക്ചറൽ, അഡ്സോർബ്ഡ്, ഹൈഗ്രോസ്കോപ്പിക്. വേറൊരു പേര് കൂടെ ഓർത്ത് വെക്കുക. നമ്മൾ ഇപ്പോൾ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ 2 പേരും ഓർത്ത് വെക്കുക. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒപ്പം പഠിച്ചു പോവുക. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ അല്ലെങ്കിൽ അഡ്സോർബ്ഡ് വാട്ടർ. പിന്നെ നമ്മൾ പറഞ്ഞത് കാപ്പിലറി വാട്ടർ. ഇത്രയാണ് സോയിൽ വാട്ടർ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. സോയിൽ വാട്ടർ ഇതിൽ ഏതെങ്കിലും ഒരു വാട്ടറിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് അത് പഠിക്കണം. നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് സ്ട്രെസ്സസ് ഇൻ സോയിൽ. സോയിലിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്.
ഫോഴ്സ് ബൈ ഏരിയ അല്ലെ, ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഒരു സോയിലിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം ഒരു സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ നമ്മളൊരു സിവിൽ എഞ്ചിനീയേഴ്സിനെ അപേക്ഷിച്ച് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺസ്ട്രക്ഷനുള്ള ഒരു മീഡിയം ആണ് അല്ലെ. അപ്പൊ നമ്മൾ സ്ട്രക്ചർ ബിൽഡിങ്സ് എല്ലാം പണിയുന്നത് സോയിലാണ്. സോ സോയിലിനകത്തേക്ക് എന്തിന്റെ വെയിറ്റ് കൂടെ വരുന്നുണ്ട്? ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ വെയിറ്റ് കൂടെ വരും. അപ്പൊ ആ മണ്ണിനകത്തേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചറിന്റെ വെയിറ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. സ്ട്രക്ചറിന്റെ വെയിറ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഒരു ടോട്ടൽ ഫോഴ്സ്, മണ്ണിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സ്ട്രക്ചർ പ്ലസ് വെയിറ്റ് ഓഫ് സോയിൽ മാസ്, രണ്ടും കൂടെ ചേർന്ന്. സോയിൽ മാസിന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലെ, അതുപോലെ ഈ ഒരു സ്ട്രക്ചറിന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്ത്? ടോട്ടൽ ഫോഴ്സ്. ആ ടോട്ടൽ ഫോഴ്സ്, അപ്പൊ ഇങ്ങനെ ഒരു ടോട്ടൽ ഫോഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോയിൽ പാർട്ടിക്കിൾസ് എന്തിനാ ശ്രമിക്കുക? അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ, വരുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാകും? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ ഈ കംപ്ലീറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. ഈ സ്ട്രെസ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് രീതിയിലാണ് സ്ട്രെസ് സോയിൽ ഇമ്പാർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം സോയിലിനകത്ത് എന്തൊക്കെയുണ്ട്? സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ വോയിഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. ആ വോയിഡ്സിനകത്ത് വെള്ളമാണെന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, വോയിഡ്സിൽ വെള്ളം ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോയിൽ ഗ്രെയിൻസ് ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സിമിലർലി ആ പോർസ് അല്ലെങ്കിൽ ആ വോയിഡ്സിനകത്തുള്ള വെള്ളമാണ് പോർ വാട്ടർ. പോർസ്, വോയിഡ് സ്പേസിനെ നമ്മൾ പോർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പോർസിനകത്തുള്ള വെള്ളം പോർ വാട്ടർ ഒരു സ്ട്രെസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗം പോർ വാട്ടറും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ, അപ്പൊ ടോട്ടൽ സ്ട്രെസ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് സോയിൽ ഗ്രെയിൻസ് ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ്, രണ്ട് എന്ന് പറയുന്നത് പോർ വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ്. അപ്പൊ സോയിൽ ഗ്രെയിൻസ് ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എഫക്റ്റീവ് സ്ട്രെസ്. ഓക്കെ, സോയിൽ പാർട്ടിക്കിൾസ് ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് സ്ട്രെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പോർ വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ സ്ട്രെസ്. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് സ്ട്രെസ്സസ് ഇൻ സോയിൽ. അപ്പൊ ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ആക്ടിങ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു കമ്പൈൻഡ് എഫക്ട് ഓഫ് സോയിൽ ഗ്രെയിൻസ് ആൻഡ് പോർ വാട്ടർ ഈസ് ടോട്ടൽ സ്ട്രെസ്. പോർ വാട്ടറും അതുപോലെ തന്നെ സോളിഡ് ഗ്രെയിൻസും ഇമ്പാർട്ട് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെസ്, അതാണ് ടോട്ടൽ സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫിഗറിൽ നോക്കൂ, ഇവിടെ നമുക്കൊരു സാച്ചുറേറ്റഡ് സോയിൽ കാണാം. ദാറ്റ് മീൻസ് ഇതിനകത്ത് സോളിഡ് ഗ്രെയിൻസും അതുപോലെ പോർസിനകത്ത് എന്തുണ്ട്? പോർ വാട്ടറും ഉണ്ട്. അതാണ് സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത് അല്ലെ. വോയിഡ്സിൽ എന്തുണ്ടായിരിക്കും? വെള്ളം ഉണ്ടായിരിക്കും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞാന്നൊരു അർത്ഥമല്ലേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സോളിഡ് ഗ്രെയിൻസ് ഉണ്ട്, പോർ വാട്ടർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു സോയിൽ മാസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോയിൽ മാസിന്റെ ടോട്ടൽ വെയിറ്റ് ഈ എക്സ് എന്നുള്ള ലെവൽ നോക്കാം. സോയിൽ മാസിന്റെ എക്സ് എന്നുള്ള ലെവലില് ഈ സോയിലിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തൊക്കെ ഉണ്ടായിരിക്കും? യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം എടുത്താൽ മതി അല്ലെ. യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം. നമുക്ക് സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് അറിയാം. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ഗാമ സാറ്റ്. ഇവിടെ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഗാമ സാറ്റ് ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. വോളിയത്തിന് നമുക്ക് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വെയിറ്റ് ആണ്. യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ടോട്ടൽ വെയിറ്റ് ആണ്. അറ്റ് ദ ലെവൽ എക്സ് എന്നുള്ള ലെവലിൽ ടോട്ടൽ വെയിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം, ഗാമ സാറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെ. നമുക്ക് വേണ്ടത് എന്താ? ടോട്ടൽ സ്ട്രെസ് ആണ്, അതായത് സിഗ്മ. ടോട്ടൽ സ്ട്രെസ് സിഗ്മയാണ് നമുക്ക് വേണ്ടത് അറ്റ് ദ ലെവൽ എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വെയിറ്റ് ബൈ ഏരിയ ചെയ്താൽ മതി അല്ലെ. ടോട്ടൽ വെയിറ്റ് ബൈ ഏരിയ. ടോട്ടൽ വെയിറ്റ് എത്രയാ? ഗാമ സാറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ എന്ത് വന്നു?
ഗാമ സാറ്റ് ഇൻറ്റു എച്ച് വന്നു. അപ്പോ ഈ എക്സ് എക്സ് എന്നുള്ള ലെവൽ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഗാമ സാറ്റ് ഇൻറ്റു എച്ച്. അങ്ങനെ നമുക്ക് തരുന്ന ഓരോ എച്ചിലും ഓരോ ഡെപ്തിലും എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. ഇനി ഈ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇമ്പാർട്ട് ചെയ്തിട്ടുള്ളതാണ്? അതിൽ കുറച്ച് ഭാഗം ആരാണ് കൊടുക്കുന്നത്? സോളിഡ് ഗ്രെയിൻസ് ആണ് കൊടുക്കുന്നത്. കുറച്ച് സ്ട്രെസ് ആരാ കൊടുക്കുന്നത്? പോർ വാട്ടർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് ഉണ്ട്, ന്യൂട്രൽ സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷർ ഉണ്ട് അല്ലെ, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അത് രണ്ടും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആര് ഇമ്പാർട്ട് ചെയ്യുന്നതാ? പോർ വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്നതാ. സോ നമുക്കതിനെ പോർ പ്രഷർ അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷർ എന്നും കൂടെ പറയാം. ന്യൂട്രൽ സ്ട്രെസ്സിന് നമുക്ക് പോർ പ്രഷർ അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷർ എന്നും കൂടെ പറയാം. ഇതിനെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് വെള്ളം കൊണ്ടുള്ള സ്ട്രെസ് മാത്രം കണ്ടാൽ മതി അല്ലെ. വെള്ളം ഇമ്പാർട്ട് ചെയ്യുന്ന പോർ വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അറ്റ് ദ ലെവൽ എക്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പീസോമീറ്റർ കണക്ട് ചെയ്യാണ്. എക്സ് എക്സ് എന്നുള്ള ലെവലിൽ നമ്മളൊരു പീസോമീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? അതിലൂടെ പീസോമീറ്ററിലൂടെ വെള്ളം റൈസ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? എച്ച്. എത്ര ഹൈറ്റിലാണ് അത് റൈസ് ചെയ്തതെന്ന് കിട്ടും, എച്ച് കിട്ടും അല്ലെ. അപ്പൊ പോർ പ്രഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ചെയ്താൽ മതി. പോർ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ പ്രഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഡിനോട്ട് ചെയ്യുന്നത് യു എന്നാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. തൊട്ടു മുന്നേ നമ്മൾ നോക്കിയത് ടോട്ടൽ സ്ട്രെസ് ആയിരുന്നു. അത് സാച്ചുറേറ്റഡ് സോയിൽ ആയതുകൊണ്ട് ഗാമ സാറ്റ് ഇൻറ്റു എച്ച്. ഓക്കെ, നമ്മളിപ്പോ നോക്കുന്നത് ന്യൂട്രൽ സ്ട്രെസ് അല്ലെങ്കിൽ പോർ വാട്ടർ പ്രഷർ ആണ്. അത് വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ന്യൂട്രൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാ ഇമ്പാർട്ട് ചെയ്യുന്നത്? സോളിഡ് ഗ്രെയിൻസ് ആണ് അല്ലെ. അതിന് നമുക്ക് ഇന്റർ ഗ്രാനുലാർ സ്ട്രെസ് എന്നും കൂടെ പറയാം. ഇന്റർ ഗ്രാനുലാർ സ്ട്രെസ്. അപ്പോൾ ഈ എഫക്റ്റീവ് സ്ട്രെസ് ആണ് നമ്മുടെ ഷിയർ സ്ട്രെങ്തിനെയും അതുപോലെ കംപ്രസിബിലിറ്റിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഷിയർ സ്ട്രെങ്തിനെയും കംപ്രസിബിലിറ്റിനെയും. അപ്പൊ എഫക്റ്റീവ് സ്ട്രെസ്സിൽ നമുക്ക് സിഗ്മ ഡാഷ് എന്നതുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ കാണുന്നുണ്ടാവും സിഗ്മ ഡാഷ് എന്ന ലെറ്റർ വെച്ചാണ് നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ടോട്ടൽ സ്ട്രെസ് സിഗ്മയാണ്, ന്യൂട്രൽ സ്ട്രെസ് യു ആണ്. സോ എഫക്റ്റീവ് സ്ട്രെസ് എന്തായിരിക്കും? ന്യൂട്രൽ സ്ട്രെസ്സും എഫക്റ്റീവ് സ്ട്രെസ്സും കൂടെ ചേർന്നതാണ് ടോട്ടൽ സ്ട്രെസ്. സോ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് സിഗ്മ മൈനസ് ന്യൂട്രൽ സ്ട്രെസ് യു. സോ വി ക്യാൻ റൈറ്റ് സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു. സിഗ്മ എന്തായിരുന്നു? ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെസ്. യു എന്തായിരുന്നു? ന്യൂട്രൽ സ്ട്രെസ്. അപ്പൊ ഇതാണ് ഒരു സോയിലിനകത്ത് വരുന്ന സ്ട്രെസ്സസ്. രണ്ട് സ്ട്രെസ് ആണുള്ളത്. ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർ വാട്ടർ പ്രഷർ ആണ്. പോർ വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസ് മാത്രം ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്ത്? ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ടോട്ടൽ സ്ട്രെസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്ട്രെസ്സസ് ഇൻ സോയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുകയാണ്. പെർമിയബിലിറ്റി ഓഫ് സോയിൽ. സോയിലിന്റെ പെർമിയബിലിറ്റി. സോയിൽ പെർമിയബിൾ ആണോ അല്ലയോ? പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആകുന്നുണ്ടാവും. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സോയിലിനകത്ത് എന്തുണ്ട്? വോയിഡ്സ് ഉണ്ട് അല്ലെ. ഇന്റർ കണക്റ്റഡ് വോയിഡ്സ് ഉണ്ടായിരിക്കും. വോയിഡ്സുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഇന്റർ കണക്റ്റഡ് വോയിഡ്സിലൂടെയുള്ള വാട്ടറിന്റെ ഫ്ലോ, അതിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രോപ്പർട്ടി ഓഫ് ദി സോയിൽ വിച്ച് പെർമിറ്റ്സ് ദ വാട്ടർ ഓർ എനി ലിക്വിഡ്, ഏത് ലിക്വിഡും ആയിക്കോട്ടെ, ടു ഫ്ലോ ത്രൂ ഇറ്റ് interconnected voids, through its voids is called permeability. Interconnected ആയിട്ടുള്ള voidsലൂടെ, voidsകൾ തമ്മിൽ കണക്ഷൻ വേണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ മൂവ് ചെയ്യോ? voids തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ വാട്ടർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക അല്ലെ, അത് അവിടെ സ്റ്റേ ചെയ്യാണ് ചെയ്യുക. സോ അവിടെ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള voids ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ voidsലൂടെയുള്ള വാട്ടറിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിന്റെ
ഫ്ലോ, ആ ഫ്ലോയിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഈസ് വിത്ത് വിച്ച് വാട്ടർ ക്യാൻ ഫ്ലോ ത്രൂ ദ സോയിൽ എന്നും പറയാം. വാട്ടർ സോയിലിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നതിനെ പറയാം. ഇതാണ്ടോ വോയിഡ്സ്, ഈ വോയിഡ്സുകൾ തമ്മിൽ ഒരു ഇന്റർകണക്ഷൻ വേണം. എന്നാൽ മാത്രമേ വാട്ടറിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കണ്ടോ, ഇതുപോലെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് വാട്ടറിലെ പാസേജ് ആണ്. അപ്പൊ ഇതുപോലെ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള വോയിഡ്സ് ഉണ്ടായിരിക്കണം. ഈ ഒരു ടൈപ്പ് സോയിലിൽ നോക്കൂ, ഇത് ലൂസ് സോയിലാണ്. ലൂസ് സോയിലാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? ലൂസ് സോയിലാണെങ്കിൽ ഇന്റർകണക്റ്റഡ് വോയിഡ്സ് കൂടുതലായിരിക്കും. സോ വാട്ടർ ക്യാൻ ഫ്ലോ ഈസിലി ഇൻ കേസ് ഓഫ് ലൂസ് സോയിൽ. ലൂസ് സോയിലിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ വാട്ടറിന് ഈസി ആയിട്ട് വോയിഡ്സിലൂടെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഇവിടെ നമുക്ക് ഡെൻസ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ ഇന്റർകണക്റ്റഡ് വോയിഡ്സ് വളരെ കുറവാണ്. വോയിഡ്സ് ഉണ്ടാകാം, പക്ഷെ അത് തമ്മിലുള്ള കണക്ഷൻ വളരെ കുറവാണ് ഡെൻസ് സോയിലിന്റെ കേസിൽ. സോ ആ കേസിൽ പെർമിയബിലിറ്റി എന്താണ്, ഒന്ന് കുറവായിരിക്കും. അപ്പൊ കോഴ്സ് ഗ്രെയിൻ സോയിൽസിന്റെ കേസിലാണ് പെർമിയബിലിറ്റി കൂടുതൽ ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സോ ഈ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി പെർമിയബിലിറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഡാർസീസ് ലോ. അപ്പൊ എന്താണ് ഡാർസീസ് ലോ എന്ന് നോക്കാം. ഫോർ എ ലാമിനാർ ഫ്ലോ ഇൻ എ ഹോമോജീനിയസ് സോയിൽ, the velocity of flow of liquid between 2 points in the soil is directly proportional to the hydraulic gradient. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സോയിലിനകത്തൂടെ ഫ്ലോ ഉണ്ട്, അതിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ആ ഫ്ലോ നടക്കുമ്പോൾ ആ വാട്ടറിന് എന്താ ഉള്ളത്? ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. സോ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്നാണ് ഡാർസീസ് പറയുന്നത്. ഹെൻറി ഡാർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളാണ് ഈ ലോ കൊണ്ടുവന്നത്. സോ we can write V is directly proportional to I. I എന്താണെന്നാ പറഞ്ഞത്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ഹെഡ് ലോസ് ഉണ്ടായി എന്നാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ V പ്രൊപ്പോർഷണൽ ടു I, ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ ലാമിനാർ ഫ്ലോ ആയിരിക്കണം, ഹോമോജീനിയസ് സോയിൽ ആയിരിക്കണം. ഇതും രണ്ടും ഡാർസീസ് ലോന്റെ ലിമിറ്റേഷൻ ആണ്. ലാമിനാർ ഫ്ലോന്റെ കേസിൽ മാത്രമേ നമുക്ക് ഡാർസീസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഹോമോജീനിയസ് ആയിട്ടുള്ള സോയിലും ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? V is equal to K into I എന്ന് കിട്ടും അല്ലെ. V is equal to K into I. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K നെ നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. സ്മോൾ ലെറ്റർ K എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഈ സ്മോൾ ലെറ്റർ K നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ഓക്കെ, അപ്പൊ നമുക്കറിയാം V is equal to K into I. V എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് അല്ലെ. ഈ വെലോസിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ്, ഓർത്ത് വയ്ക്കുക, ഡിസ്ചാർജ് വെലോസിറ്റി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ വെലോസിറ്റി. ഡിസ്ചാർജ് വെലോസിറ്റി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ വെലോസിറ്റി. അപ്പൊ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാനുണ്ട്. സോ V is equal to Ki എന്ന് നമുക്ക് കിട്ടി. അതിലെ V എന്ന് പറയുന്നതാണ് ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറഞ്ഞു. K എന്ന് പറയുന്നതാണ് സ്മോൾ ലെറ്റർ K ആണ്, കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു. I എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ് അല്ലെ. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഹൈഡ്രോളിക് ഹെഡ് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹൈഡ്രോളിക് ഹെഡ് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. ഒരു യൂണിറ്റ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ അതിൽ ഹെഡിൽ എത്ര ഡിഫറൻസ് വന്നു? ഹെഡിൽ എത്ര ഡിഫറൻസ് വന്നു? ഇപ്പൊ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് വാട്ടർ ഫ്ലോ ചെയ്യുക അല്ലെ. അപ്പൊ ഹയർ ലെവലും ലോവർ ലെവലും തമ്മിലൊരു ഹെഡ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഹെഡ് ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ ആ ഹെഡ് ഡിഫറൻസ് എത്രയാണ് എന്നാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് കാണിച്ചു തരുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ I. ഓക്കെ, അപ്പൊ V is equal to Ki എന്ന് നമുക്ക് കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് K എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? K is equal to V by I എന്ന് എഴുതാം. K is equal to V by I എന്ന് എഴുതാം. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V by I.
ഓക്കെ, ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് 1 ആണെന്ന് വിചാരിക്കാം. If hydraulic gradient is 1, velocity is equal to എന്തായി? Coefficient of permeability ആയി. V is equal to Ki ആണ്. അതിൽ hydraulic gradient I is equal to 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V is equal to K എന്ന് വരും. So നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Coefficient of permeability is the velocity of flow of liquid if hydraulic gradient is unity. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് 1 ആകുമ്പോൾ ആ സോയിലിനകത്തുള്ള വെലോസിറ്റിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ക്ലിയർ ആണല്ലോ? ഡാർസിസ് ലോ പറഞ്ഞത് എന്താണ്? വെലോസിറ്റി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏത് കേസിൽ? ഇൻ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് ഹോമോജീനിയസ് സോയിൽ, വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. സോ വി ഗെറ്റ് V is equal to Ki. I is the hydraulic gradient, V is the discharge velocity. Okay, ഇനി V is equal to Ki ലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് I is equal to 1 എന്ന് കൊടുത്താൽ നമുക്ക് K is equal to V എന്ന് കിട്ടും. So we can define the permeability coefficient of permeability as it is the velocity of flow of liquid through soil when hydraulic gradient is 1 അല്ലെങ്കിൽ യൂണിറ്റി. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് യൂണിറ്റി ആകുന്ന സമയത്ത് ആ സോയിലിനകത്തുള്ള ഫ്ലൂയിഡിന്റെ ലിക്വിഡിന്റെ വെലോസിറ്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡാർസിസ് ലോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഡാർസിസ് ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഡാർസിസ് ലോ എന്ന് പറഞ്ഞ് 2 മാർക്കിന്റെ ചോദ്യം കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് കേസ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്ലോ നടക്കുന്നത് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് അല്ലെ. അപ്പൊ ഈ ഹെഡുകൾ തമ്മിൽ ഇപ്പൊ ഈ ഒരു ഹെഡും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഓഫ് ഹൈഡ്രോളിക് ഹെഡ് അല്ലെ. അപ്പൊ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഈ ഡിഫറൻസ്, ഈ 2 ഹെഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ എച്ച് ബൈ എൽ ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ഹൈഡ്രോളിക് ഹെഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഹെഡ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ വെറുതെ കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ കുറെ ബെൽസ്, ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പീസോമീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുക. പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുക? പീസോമീറ്ററിനകത്തോടെ വെള്ളം റൈസ് ചെയ്യും അല്ലെ. പീസോമീറ്ററിലൂടെ വെള്ളം റൈസ് ചെയ്യും. അപ്പൊ എല്ലാവരുടെയും ഹെഡുകൾ നമ്മളൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിളിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുകയാണ് 2 പീസോമീറ്റർ അല്ലെങ്കിൽ 2 വെല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1000 മീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. 1000 മീറ്റർ ഫിഗറിൽ കാണുന്നുണ്ടാവും, 1000 മീറ്റർ ആണ്. അപ്പൊ അതിന്റെ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഈ 2 ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എത്ര വരിക? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഡെൽറ്റ എച്ച് ബൈ എൽ അല്ലേ. സോ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഈസ് ഈക്വൽ ടു 2/1000. അതാണ് ഇവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. മനസ്സിലാവുന്നതിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് യൂണിറ്റ് എന്തായിരിക്കും? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് യൂണിറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്താ? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതും ഒരു ലെങ്ത് ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ എൽ ഈസ് ഓൾസോ സെന്റിമീറ്റർ ഓർ മീറ്റർ. അപ്പൊ രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും. സോ ഐ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം V is equal to Ki ആണ്. I എന്ന് പറഞ്ഞ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അതിന് യൂണിറ്റ് ഇല്ല. സോ V is equal to K എന്നായി. അപ്പൊ Kയുടെ യൂണിറ്റ് എന്തിന് ഈക്വൽ ആണ്? വെലോസിറ്റിയുടെ യൂണിറ്റിന് ഈക്വൽ ആണ്. mm/s, m/s അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് പറയാ? കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് പറയാം. അപ്പൊ ഇത്രയാണ് ഡാർസിസ് ലോ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഡിസ്ചാർജ് വെലോസിറ്റി പറഞ്ഞിരുന്നു. ഇത് പുതിയൊരു ടേം ആണ് സീപ്പേജ് വെലോസിറ്റി. ഡിസ്ചാർജ് വെലോസിറ്റിയും സീപ്പേജ് വെലോസിറ്റിയും. അപ്പൊ ഇത് എന്താണ് നോക്കും. ഡിസ്ചാർജ് വെലോസിറ്റി നമ്മൾ അവിടെ നോക്കി. നമുക്കറിയാം ഡാർസിസ് ലോ പ്രകാരം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? K × I അല്ലെ. K ×
ആയി. അപ്പൊ ഈ ഒരു വെലോസിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ചാർജ് വെലോസിറ്റി. ഈ ഡിസ്ചാർജ് വെലോസിറ്റി നമുക്ക് എങ്ങനെയാ കിട്ടുക? ഡിസ്ചാർജ് വെലോസിറ്റി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ ബൈ എ ചെയ്താൽ മതി. ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ? ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ അതിൽ നിന്ന് നമുക്ക് എഴുതാം വെലോസിറ്റി ബി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ഓക്കെ, ആ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ചാർജ് വെലോസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഫ്ലോ ചെയ്യുന്നത് നമ്മൾ ഈ കേസിൽ ഈ ഡിസ്ചാർജ് വെലോസിറ്റി കാണുമ്പോൾ ക്യൂ ബൈ എ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ആണ്. ദാറ്റ് മീൻസ് സോയിൽ ഗ്രെയിൻസിന്റെ ഏരിയയും വരും, അതുപോലെ അതിനകത്തുള്ള വോയിഡ്സിന്റെ ഏരിയയും വരും. ഓക്കെ, കംപ്ലീറ്റ് ഏരിയ നമ്മൾ ഡിസ്ചാർജ് വെലോസിറ്റി കാണുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ കേസിൽ നമ്മുടെ ഫ്ലോ നടക്കുന്നത് എവിടെയാണ്? വോയിഡ്സിലൂടെ മാത്രമാണ് അല്ലെ? വോയിഡ്സിനകത്തൂടെ ആ എംപ്റ്റി ആയിട്ടുള്ള സ്പേസിലൂടെയാണ് ഫ്ലോ നടക്കുന്നത്. സോ നമുക്ക് സോയിൽ ഗ്രെയിൻസിന്റെ ഏരിയ എടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ എന്താ സംഭവിച്ചത്? വോയിഡ്സിന്റെ ഏരിയ മാത്രമേ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ആ വോയിഡ്സിന്റെ ഏരിയ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ വെലോസിറ്റിനെയാണ് നമ്മൾ സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ആ വോയിഡ്സിന്റെ ഏരിയ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ വെലോസിറ്റിനെ പറയുന്ന പേരാണ് സീപ്പേജ് വെലോസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് വെലോസിറ്റി ആണോ സീപ്പേജ് വെലോസിറ്റി ആണോ വലുത്? ഡിസ്ചാർജ് വെലോസിറ്റി ആണോ അല്ലെങ്കിൽ സീപ്പേജ് വെലോസിറ്റി ആണോ വലുത്? നമുക്കറിയാം ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ക്യൂ ബൈ എ അല്ലെ? ആ എ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഏരിയ ആണ്. ഡിനോമിനേറ്ററിലാണ് എ കിടക്കുന്നത്. സോ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത് സീപ്പേജ് വെലോസിറ്റിനേക്കാളും ചെറുതായിരിക്കും അല്ലെ? ചെറിയ വാല്യൂ ആയിരിക്കും. ശരിക്കും സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ വോയിഡ്സിന്റെ ഏരിയ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ എ എന്നുള്ള ക്വാണ്ടിറ്റി കുറഞ്ഞു, ഏരിയ എന്നുള്ള ക്വാണ്ടിറ്റി കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ഏരിയ കുറയുമ്പോൾ എന്ത് കൂടും? വെലോസിറ്റി കൂടും. സോ സീപ്പേജ് വെലോസിറ്റി ആണ് വലിയ വാല്യൂ ഡിസ്ചാർജ് വെലോസിറ്റിനേക്കാൾ. ഓക്കെ, നമുക്ക് നോക്കാം. സീപ്പേജ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്തെടുക്കാം? ഡിസ്ചാർജ് വെലോസിറ്റി ഇൻറ്റു ഏരിയ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് വെലോസിറ്റി ഇൻറ്റു ഏരിയ. ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഏരിയ ആണ് കേട്ടോ. ഇസ് ഈക്വൽ ടു ബി എസ് ഇൻറ്റു ഏരിയ. അതായത് സീപ്പേജ് വെലോസിറ്റി ഇൻറ്റു സീപ്പേജ് വെലോസിറ്റി എടുക്കുമ്പോഴുള്ള ഏരിയ എന്ന് പറയുന്നത് വോയിഡ്സിന്റെ മാത്രമാണല്ലോ. അപ്പൊ ബി എസ് ഇൻറ്റു എ ബി നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം എഴുതിയതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ബി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതാം? എ ഡിവൈഡഡ്, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ വോയിഡ്സിന്റെ ഏരിയ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എ ഇൻറ്റു എൽ എന്ന് പറയുന്നത് ടോട്ടൽ വോള്യൂം ആയിരിക്കുമല്ലോ, ടോട്ടൽ വോള്യൂം. എ ബി ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോയിഡ്സിന്റെ വോള്യൂം. ക്ലിയർ ആണോ പറഞ്ഞത്? എ ഇൻറ്റു എൽ എന്ന് പറയുന്നത് ടോട്ടൽ വോള്യൂം ആണ്. അതായത് അതിനകത്ത് ടോട്ടൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വോയിഡ്സിന്റെ ഏരിയ ഉണ്ട്, സോളിഡ് പാർട്ടിക്കിൾസിന്റെ ഏരിയ ഉണ്ട്. അപ്പൊ ഈ എ ഇൻറ്റു എൽ എന്ന് പറയുന്നത് ടോട്ടൽ വോള്യൂം. ഇനി എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിഡ്സിന്റെ മാത്രം ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. സോ അത് വോയിഡ്സിന്റെ മാത്രം വോള്യൂം ആണ്. നമുക്കപ്പോ അങ്ങനെ എഴുതാം? ബി ഇൻറ്റു ബി ബൈ ബി ബി. ബി എന്നാണ് ടോട്ടൽ വോള്യൂം ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് വോയിഡ്സ്. ഈ ബി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് കേട്ടോ. ആദ്യത്തെ ബി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പൊ ബി ബൈ ബി ബി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? പോറോസിറ്റി ബി ബൈ ബി ബി എന്ന് പറഞ്ഞ ടോട്ടൽ വോള്യൂം ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് വോയിഡ്സ് ആണ് അല്ലെ? അതെന്ന് പറയുന്നത് പോറോസിറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ബി എസ് സീപ്പേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ എം. ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ പോറോസിറ്റി. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുന്നവർക്ക് ആവശ്യം വരും. So Vs is equal to B discharge velocity എന്ന് പറഞ്ഞാൽ നമുക്കറിയാം K into I. നമ്മൾ നേരത്തെ പഠിച്ചു. As per Darcy's law, V is equal to Ki.
സോ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് കിട്ടും k/n. ഈ k/n നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു kp. k/n എന്ന ടേമിന് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു kp. ഇതിലെ kp എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ kp എന്നുള്ള കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ. ആൻഡ് kp ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ഇതുകൂടെ ഓർത്തുവെക്കും. Coefficient of Kp, coefficient of percolation is always greater than coefficient of permeability. Kp is greater than K. Okay. അപ്പോൾ ഇതാണ് ഡിസ്ചാർജ് വെലോസിറ്റിയും സീപ്പേജ് വെലോസിറ്റിയും നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റി. ഫാക്ടേഴ്സ് എഫക്റ്റ് ഒരു 8 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. 6 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറയും എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പെർമിയബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്ന്. സോ അതിനു മുന്നേ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കാം. ഇതൊരു ജനറൽ ഇക്വേഷൻ ഫോർ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഡിറൈവ് ചെയ്തെത്തിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഇതാണ് k is equal to k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ coefficient of permeability ആണ് അല്ലേ. k is equal to c into gamma w by mu into e cube divided by 1 plus e into d square. k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ coefficient of permeability ആണ്. c എന്ന് പറയുന്നത് other coefficient. gamma w നമുക്കറിയാം unit weight of water. mu is the coefficient of viscosity. e is the void ratio and d is the particle size and diameter. അപ്പോൾ ഇതാണ് ഇതിലെ ടേംസ്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എങ്ങനെയാണ് ഫാക്ടേഴ്സ് ഓരോ ഫാക്ടറും ഇതിനെ എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഗാമ ഡബ്ല്യു ആണ് എന്നുണ്ടെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ നമ്മൾ അത് വാട്ടറിന്റെ പ്രോപ്പർട്ടി ആണ് അല്ലെ. വിസ്കോസിറ്റി ആണെങ്കിലും അത് വാട്ടറിന്റെ പ്രോപ്പർട്ടി ആണ്. അത് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. ഇപ്പൊ ഗാമ ഡബ്ല്യു ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വിസ്കോസിറ്റി ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വിസ്കോസിറ്റി കൂടുതലുള്ളതിന് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കുറവായിരിക്കും. അതായത് പെർമിയബിലിറ്റി കുറവായിരിക്കും എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്ക ഫാക്ടേഴ്സും ഈ ഇതിൽ നിന്ന് തന്നെ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ടിക്കിൾ സൈസ്, സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്, ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, വോയിഡ് റേഷ്യോ, പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, അഡ്സോർബ്ഡ് വാട്ടർ ആൻഡ് ലാസ്റ്റ് വൺ ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ. ഇങ്ങനെ 8 ഫാക്ടേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിൽ ഓരോന്നും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ പാർട്ടിക്കിൾ സൈസ് ഇക്വേഷനിൽ തന്നെ ഉണ്ട് ഡി. പാർട്ടിക്കിൾ സൈസ് ഡി. അപ്പൊ കെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഡയമീറ്റർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ പെർമിയബിലിറ്റി കൂടും. ഇത് നമ്മൾ ആദ്യം നോക്കിയിട്ടുള്ളതാണ്. കോസ്റ്റൽ സോയിൽസിനാണ് എന്ത് കൂടുതൽ പെർമിയബിലിറ്റി കൂടുതൽ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്. ഈ സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ് കാണിച്ചിരുന്ന കോഎഫിഷ്യന്റ് ആണ് സി. അതെങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, വോയിഡ് റേഷ്യോ അത് ഇതിനകത്തുണ്ട് ഇ. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ അതാണ് ഗാമ ഡബ്ല്യു ആൻഡ് മ്യൂ. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ ഡബ്ല്യു ആൻഡ് മ്യൂ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, then adsorbed water, impurities in water. അപ്പോൾ ഇതൊക്കെ ഓരോന്നും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പാർട്ടിക്കിൾ സൈസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇക്വേഷൻ പ്രകാരം കെ പെർമിയബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പാർട്ടിക്കിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് പെർമിയബിലിറ്റി കൂടും. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? കോഴ്സ് ഗ്രെയിൻ സോയിൽസിനാണ് കൂടുതൽ പെർമിയബിലിറ്റി ഉണ്ടാകുക. ഫൈൻ ഗ്രെയിൻ സോയിലിനെ അപേക്ഷിച്ച് കൂടുതൽ പെർമിയബിൾ ഏതായിരിക്കും? കോഴ്സ് ഗ്രെയിൻ സോയിൽ ആയിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. ഇനി സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പല സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നോക്കുക, ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ അതുപോലെ ഡിസ്പോസ്ഡ് സ്ട്രക്ചർ, 2 സ്ട്രക്ചേഴ്സ് ഉണ്ട്. പേര് ഓർത്ത് വയ്ക്കുക. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറും അതുപോലെ ഡിസ്പോസ്ഡ് സ്ട്രക്ചറും. ഈ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. ഡിസ്പോസ്ഡ് സ്ട്രക്ചറിനേക്കാളും ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിന് പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അതൊരു പോയിന്റ്. പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് സോയിൽസ് ഉണ്ടല്ലോ, സ്ട്രാറ്റിഫൈഡ് സോയിൽ ഡെപ്പോസിറ്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ പാരലൽ ആയിട്ടാണ് നമ്മൾ പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷന് പാരലൽ ആയിട്ടാണ് എല്ലാ ലെയേഴ്സും കിടക്കുന്നതെങ്കിൽ അവിടെ പെർമിയബിലിറ്റി കൂടുതലാണ്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയി കിടക്കുന്നതിനേക്കാൾ പെർമിയബിൾ ഏതാണ്?
പാരലൽ ആയിട്ട് ഓരോ ലെയർ സോയിലിന്റെ ഡെപ്പോസിറ്റ് ഇങ്ങനെ പാരലൽ ആയിട്ട് കിടക്കുമ്പോഴാണ് പെർമിയബിലിറ്റി കൂടുതൽ. ഓക്കെ, ഇനി ലോയസ്റ്റ് ഡെപ്പോസിറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ആണ്. ലോയസ്റ്റ് ഡെപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് പെർമിയബിലിറ്റി കൂടുതൽ. അപ്പൊ സ്ട്രക്ചർ ഓഫ് സോയിലും നമ്മുടെ പെർമിയബിലിറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് സ്ട്രക്ചറിനാണ് പെർമിയബിലിറ്റി കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിനാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സ്ട്രക്ചർ അങ്ങനെയാണ് പെർമിയബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഷേപ്പ് ഓഫ് സോയിൽ അല്ലെ? ഷേപ്പ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലാർ പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ റൗണ്ടഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആംഗുലാർ ഷേപ്പിലും അതുപോലെ റൗണ്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ഏതിനാണ് പെർമിയബിലിറ്റി കൂടുതൽ ഉണ്ടായിരിക്കുക? റൗണ്ടഡ് പാർട്ടിക്കിൾസിനായിരിക്കും പെർമിയബിലിറ്റി കൂടുതൽ ഉണ്ടായിരിക്കുക. ആംഗുലർ പാർട്ടിക്കിൾസ് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ കൂർത്ത ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ വോയിഡ് സ്പേസിനെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സഹായിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് വാട്ടർ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ആംഗുലർ പാർട്ടിക്കിൾസിന്റെ കേസിൽ പെർമിയബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, റൗണ്ടഡ് പാർട്ടിക്കിൾസിനായിരിക്കും പെർമിയബിലിറ്റി കൂടുതൽ. ഇനി നമ്മുടെ അടുത്ത ടേം ആണ് വോയിഡ് റേഷ്യോ. ഇത് നമ്മൾ നേരത്തെ നോക്കി ഇക്വേഷനിൽ K is directly proportional EQ by 1 plus E ആണ്. അപ്പോൾ വോയിഡ് റേഷ്യോ കൂടുകയാണെന്നുണ്ടെങ്കിൽ, വോയിഡ് റേഷ്യോന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ സോയിലിന് എന്ത് കൂടുതലായിരിക്കും? പെർമിയബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ നമ്മൾ നേരത്തെ നോക്കി. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറും വിസ്കോസിറ്റി. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറിന്റെ കേസിൽ എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വിസ്കോസിറ്റിയുടെ കേസിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റും വിസ്കോസിറ്റിയും ആണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ സോയില് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് അല്ല എന്ന് വിചാരിക്കും. ഫുള്ളി സാച്ചുറേറ്റഡ് അല്ല, സോയിൽ ഇസ് നോട്ട് ഫുള്ളി സാച്ചുറേറ്റഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എയർ ഉണ്ടായിരിക്കും. ആ വോയിഡ് സ്പേസിനകത്ത് എന്തുണ്ടായിരിക്കും? എയർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോ ശരിയായിട്ട് നടക്കില്ല. അപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിനായിരിക്കും പെർമിയബിലിറ്റി കൂടുതൽ. ഇടയ്ക്ക് വോയിഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലോ നടക്കില്ല, ഫ്ലോ ഉണ്ടായിരിക്കില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം എയർ വന്ന് ബ്ലോക്ക് ചെയ്യും. സോ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത് ലെസ് പെർമിയബിൾ ദാൻ തെറ്റി പറഞ്ഞു. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ഈസ് ലെസ് പെർമിയബിൾ ദാൻ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. ക്ലിയർ ആയില്ലേ? ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോ ഈസി ആയിട്ട് നടക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ് അഡ്സോർബ്ഡ് വാട്ടർ. അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഗ്രാവിറ്റി കാരണം മൂവ് ചെയ്യുന്ന വാട്ടർ അല്ല. സോ അതൊരു ബ്ലോക്ക് ആയിട്ട് തന്നെ നിൽക്കും. നമുക്ക് നമ്മുടെ വാട്ടറിന്റെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് അഡ്സോർബ്ഡ് വാട്ടർ നിൽക്കുക. സോ അഡ്സോർബ്ഡ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് കോസസ് ഒബ്സ്ട്രക്ഷൻസ് ടു ദ ഫ്ലോ ആൻഡ് റെഡ്യൂസ് പെർമിയബിലിറ്റിനെ കുറയ്ക്കും. അതുപോലെ തന്നെയാണ് ഇമ്പ്യൂരിറ്റീസും. ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫ്ലോനെ ഒബ്സ്ട്രക്ട് ചെയ്യും, അങ്ങനെ പെർമിയബിലിറ്റി കുറയും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സോയിൽ വാട്ടർ എന്താണെന്ന് നോക്കി. ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന വാട്ടർ ആണ് സോയിൽ വാട്ടർ. അത് ഫ്രീ വാട്ടർ ഉണ്ട്, ഹെൽഡ് വാട്ടർ ഉണ്ട്. ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഗ്രാവിറ്റി കാരണം ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്ന വാട്ടർ ആണ്. ഹെൽഡ് വാട്ടർ മൂന്നെണ്ണം ഉണ്ട്. സ്ട്രക്ചറൽ വാട്ടർ, അഡ്സോർബ്ഡ് അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ, ആൻഡ് ദെൻ കാപ്പിലറി വാട്ടർ അല്ലെ. പിന്നെ നമ്മൾ സ്ട്രെസ്സസ് ഇൻ സോയിൽ നോക്കി. അതായത് ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ്സിന്റെയും എഫക്റ്റീവ് സ്ട്രെസ്സിന്റെയും സമ്മാണ്. ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർ വാട്ടർ പ്രഷർ ആണ്, പോർ വാട്ടർ ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ ഗ്രെയിൻസ് മാത്രം ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി പിന്നെ നോക്കി നമ്മൾ പെർമിയബിലിറ്റി എന്താണെന്ന് നോക്കി. ഡാർസീസ് ലോ എന്താണ്, ഡിസ്ചാർജ് വെലോസിറ്റി, അതുപോലെ സീപ്പേജ് വെലോസിറ്റി എന്താണെന്ന് നോക്കി. ഡിസ്ചാർജ് വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ടോട്ടൽ ഏരിയ എടുക്കുന്നുണ്ട്. പക്ഷെ സീപ്പേജ് വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ വോയിഡ്സിന്റെ ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഏതായിരിക്കും കൂടുതൽ? സീപ്പേജ് വെലോസിറ്റി ആയിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പെർമിയബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് 8 ഫാക്ടേഴ്സ് ആണ് നോക്കിയത്, അതുകൂടെ ഓർത്തു വെക്കാം. അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് ലൈവ് ചാറ്റിൽ ഇടും.
ലൈവ് ചാറ്റിൽ എല്ലാവരും അവരുടെ അറ്റൻഡൻസ് എൻ്റർ ചെയ്യാം കേട്ടോ. Okay, so thank you.